അപ്പൊ ഇതുവരെ കാണാത്ത ഒരു വ്യക്തിക്ക് നീ എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും പൈസ കൊടുക്കുന്നത് വെച്ചിട്ട് എന്റെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ എത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന നീ പറഞ്ഞാല് അത് എന്താ പറയുക, അത്രയ്ക്കും ബുദ്ധിമുട്ടിട്ടാണ് ഞാനൊക്കെ അയച്ചു പറഞ്ഞു. എന്നെ കൊണ്ട് പറ്റില്ല. ഏകദേശം ഇപ്പൊ തന്നെ ഒരു 2-3 ആഴ്ച. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അഞ്ചരി ഡീലേഴ്സ്. ഞാൻ ദിലീപാണ്. സോ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്റ്റോറിയാണ്. ഞാൻ എങ്ങനെയാണ് മെർച്ചന്റ് നേവിയിൽ ജോയിൻ ചെയ്തതും എന്തൊക്കെ ഞാൻ കഷ്ടപ്പാടുകളൊക്കെ അതിൽ സഹിച്ചെന്നും ഉള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. കാരണം ഇതുപോലെ കുറേ പേർക്ക് കുറേ ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും, എങ്ങനെ കയറണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ. കാരണം കുറേ കുട്ടികളും ഇതുപോലെ ട്രാപ്പിൽ പെടാറുണ്ട് ഏജന്റ് ത്രൂ ഒക്കെ പോയിട്ട്. സോ അവർക്കൊന്നും ഈ ഒരു ഏജന്റ് ത്രൂ പോയിട്ട് ഇങ്ങനെ കഷ്ടപ്പെടാൻ പാടില്ല, ട്രാപ്പിലാകാൻ പാടില്ല, പൈസ പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ അവതരിപ്പിക്കുന്നത്. സോ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ സ്റ്റോറി പറയാൻ പറ്റുമോ. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എഞ്ചിനീയറിംഗ് പാസ്സായി കഴിഞ്ഞ് എന്നിട്ട് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഇപ്പോൾ എല്ലാവരും എൻ്റെ ഫാമിലിയൊക്കെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ പഠിപ്പിച്ചത്. സോ എല്ലാവരും ഇതിൽ ഉൾപ്പെടുത്തിട്ടും എൻ്റെ മാവനും എല്ലാവരും കൂടി സഹായിച്ചിട്ടാണ് ഞാൻ ഈ കോഴ്സൊക്കെ എടുത്ത് പഠിച്ചതും CDC ഒക്കെ എടുത്തതും എല്ലാം. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം അടുത്തത് ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറേയേറെ ട്രൈ ചെയ്തു. ഇപ്പോൾ കാണുന്ന പോലെ സ്പോൺസർഷിപ്പോ അല്ലെങ്കിൽ കോളേജിൽ നിന്ന് തന്നെ പ്ലേസ്മെൻറ്റോ അങ്ങനെയുള്ള ഒരു പരിപാടി മുമ്പ് ഉണ്ടായിരുന്നില്ല ഞങ്ങളൊന്നും പഠിക്കുന്ന സമയത്ത്. സോ ആ സമയത്ത് ഞാൻ എന്തൊക്കെ സോഷ്യൽ മീഡിയയിലേക്ക് കൂടി കുറേയേറെ ഇങ്ങനെ വേക്കൻസിയും ഏജൻസിയും ഒക്കെ ഞാൻ തപ്പാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ഫേസ്ബുക്കിലേക്ക് കൂടി ത്രൂ ഞാൻ തപ്പി കിട്ടിയതാണ് ഒരു വ്യക്തി. ആ വ്യക്തിൻ്റെ പേര് നന്ദി നാരായണൻ എന്നാണ് അങ്ങേരുടെ വ്യക്തി. അങ്ങേര് ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യാണ്. അതേപോലെ തന്നെ മൂപ്പർ സെക്കൻഡ് എഞ്ചിനീയറാണ് എന്നൊക്കെയാണ് എൻ്റെ അടുക്ക പറഞ്ഞ് വരുത്തി തീർത്തത്. ആ കാര്യം കൊണ്ട് തന്നെ ഞാനും അങ്ങേരുമായിട്ട് ചാറ്റ് ചെയ്തപ്പോഴും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും മൂപ്പർ എന്നെ ഭയങ്കരമായിട്ട് എന്നെ വിശ്വസിച്ചെടുത്തു. അങ്ങേര് പറഞ്ഞത് ഗ്രേറ്റ് ഈസ്റ്റേൺ കമ്പനിയിലൊക്കെ ഞങ്ങൾ ചേർക്കാറുണ്ട്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് റൈഡിങ് സ്ക്വാഡായിട്ട് വരാൻ പറ്റും, ഇല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് കയറാൻ പറ്റും എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ടാണ് എന്നെ അങ്ങനെ പറഞ്ഞ് എന്നെ ബ്രെയിൻ വാഷ് ഒക്കെ ചെയ്തു. അതേപോലെ തന്നെ മറ്റുള്ള ഏജൻസിക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ 4-5 ലക്ഷം രൂപ ചോദിക്കുമ്പോൾ ഇങ്ങനെ എൻ്റെ അടുത്ത് അത്രയൊന്നും ചോദിച്ചില്ല. ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു 1-1.25 ലക്ഷം റുപ്യനെ കൊണ്ട് നമുക്ക് പറ്റും, നമുക്ക് ഗ്രേറ്റ് ഈസ്റ്റേണിലൊക്കെ കയറ്റാൻ പറ്റും. ഞാനും കരുതി ഗ്രേറ്റ് ഈസ്റ്റേണൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ നല്ല കമ്പനീസ് അല്ലേ, അപ്പോൾ അതിലേക്ക് കയറി പറ്റാൻ പറ്റും എന്നുള്ള ആ ഒരു മോഹവും കൊണ്ട് ഞാൻ എൻ്റെ മാമനുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അവസാനം അവരൊക്കെ പറഞ്ഞു ഇത്രപ്പാട് പൈസ എവിടുന്നാന്ന്. എന്നിട്ട് പോലും അവരൊക്കെ കുറേ സഹായിച്ചിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് പൈസ കളക്ട് ചെയ്ത് ഞാൻ എന്നിട്ട് ബാങ്ക് ത്രൂ അങ്ങേർക്ക് ഒരു 50% എമൗണ്ട്, അതായത് ഒരു 50-55,000 രൂപ ഞാൻ അങ്ങേർക്ക് അക്കൗണ്ട് ത്രൂ അയച്ചു കൊടുത്തു. അതായത് ഞാൻ ഇതുവരെ കാണാത്ത ഒരു വ്യക്തിനെ കേട്ടോ വിശ്വസിച്ചിട്ട് ഞാൻ അയച്ചത്. അപ്പൊ ഇതുവരെ കാണാത്ത ഒരു വ്യക്തിക്ക് നീ എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും പൈസ കൊടുക്കുന്നത് വെച്ചിട്ട് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ചോദിച്ചു. പക്ഷെ അവര് നല്ലപോലെ എൻ്റെ അടുത്ത് സംസാരിച്ചു, ഇങ്ങനെ നല്ലപോലെ സംസാരിച്ച് എന്നെ നല്ലപോലെ ബ്രെയിൻ വാഷ് ചെയ്തു. അപ്പൊ ഞാനും വിശ്വസിച്ചു ഓക്കെ നല്ല ഇതായിരിക്കും എന്നെല്ലാം കരുതിയിട്ട് മൂപ്പർക്ക് ഇതുപോലെ പൈസയൊക്കെ അയച്ചു കൊടുത്തു. അതിന്റെ സ്ലിപ്പൊക്കെ മൂപ്പർക്ക് അയച്ചു കൊടുത്തു. അപ്പൊ മൂപ്പർ ഓക്കെ എന്നെല്ലാം പറഞ്ഞു. ബാങ്ക് ത്രൂ ആണ് കേട്ടോ, SBI ബാങ്കിലൊക്കെ പോയിട്ടാണ് ഞാൻ അടച്ചത്. ആ പൈസയൊക്കെ എത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെന്ന് ഇനി പറഞ്ഞാല് അത് എന്താ പറയുക, അത്രയ്ക്കും ബുദ്ധിമുട്ടിട്ടാണ് ഞാനൊക്കെ അയച്ചു കൊടുത്തത്. അപ്പൊ അങ്ങനെ അയച്ചു കൊടുത്തപ്പോൾ മൂപ്പർ പറഞ്ഞു ഇന്നേ ദിവസം മറ്റേ ചെന്നൈ എണ്ണൂർ പോർട്ടിൽ ഷിപ്പ് വരും, ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പ് വരും, അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കോ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് എത്തിച്ചേരാൻ പറ്റണമെന്ന് പറഞ്ഞിട്ട് എത്തണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആകെ ബേജാറായിപ്പോയി എന്നാ ചെയ്യേണ്ടതെന്ന്. എന്നിട്ട് എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ ലഗേജൊക്കെ എന്തൊക്കെയോ കുത്തിക്കയറ്റി ബാഗിലിട്ട് എന്നിട്ട് വീട്ടിലൊക്കെ ബായ് ബായൊക്കെ കരഞ്ഞും ഇതൊക്കെ പറഞ്ഞിട്ട് ബായ് ബായൊക്കെ പറഞ്ഞു. എന്നിട്ട് അച്ഛൻ്റെ ഫാമിലിയൊക്കെ ചെന്നൈയിലാണ്. അപ്പോൾ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അച്ഛൻ്റെ ഫാമിലി അവിടെ വീട്ടിൽ പോയിട്ട് താമസിച്ചിട്ട് ഞാൻ എന്താക്കും, ഇങ്ങനെ പറയും എണ്ണൂർ പോർട്ടിൽ ഇന്ന ദിവസം ആകുമ്പോഴേക്കും കപ്പൽ വരും. അപ്പോൾ ഞാനിത് ഇതിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഫൈൻഡർ ഷിപ്പ് എന്നുള്ള ആപ്പിൽ കപ്പൽ വരുന്നുണ്ട്, ഒരു എണ്ണ ടാങ്കർ ആയിരുന്നു. സോ ആ എണ്ണ ടാങ്കറിന്റെ കപ്പൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാത്തു വെക്കും. പിന്നെ മൂപ്പർ പറയും നാളെ നിനക്ക് ജോയിനിങ് ആണെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെയിൽ ത്രൂ എനിക്കൊരു പേപ്പർ തന്നു. അത് ഇതിന്റെ കോൺട്രാക്ട് ലെറ്റർ എന്നെല്ലാം പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ എന്താക്കി, ശരി അപ്പോൾ ഇന്ന ഷിപ്പിന്റെ പേര് ഇന്ന റാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കയറിക്കോ എന്നെല്ലാം പറഞ്ഞു. ശരി ട്രെയിനി TMA ആയിട്ട് കയറാന്ന് പറഞ്ഞിട്ട് നേരെ അവിടെ പോയി ഞാൻ എണ്ണൂർ പോർട്ടിൽ എല്ലാ ദിവസവും രാവിലെ പോയിട്ട് ഈ ബാഗും പിടിച്ച് ഞാനിങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്ക് സന്ധ്യ ആകുമ്പോഴേക്ക് മൂപ്പർ വിളിച്ച് പറയും ഇന്ന് കപ്പൽ വന്നിട്ടില്ല കേട്ടോ, ഇന്ന് കപ്പൽ ജോയിനിങ് ഇല്ല, ബർത്തിങ് ആയി പക്ഷെ ഇന്ന് കപ്പൽ ജോയിനിങ് ഇല്ല, തിരിച്ച് വീട്ടിൽ തന്നെ പോടും. പിന്നെ ഞാൻ തിരിച്ചു വരും.
പിന്നെയും അടുത്ത ദിവസം രാവിലെ ഇതുപോലെ തന്നെ മാറ്റി ഒരുങ്ങി ഞാൻ പിന്നെയും പോകും. പിന്നെയും പോയിട്ട് പിന്നെയും ഞാൻ വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരും. ഇതുപോലെ നടന്നുകൊണ്ടിരുന്നു. അവസാനം എനിക്ക് ഗതി കിട്ടി. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ല, ഏകദേശം ഇപ്പൊ തന്നെ ഒരു 2-3 ആഴ്ചയായി, എൻ്റെ കയ്യിൽ 5ന്റെ പൈസ ഇല്ല, ഞാൻ എത്രാന്ന് വെച്ചിട്ടാണ് ഫാമിലിന്റെ വീട്ടിൽ താമസിക്കുമെന്നെല്ലാം പറഞ്ഞു. അന്നേരം പറഞ്ഞു ശരി എന്നാൽ ഓക്കെ, എന്നാൽ വേറെ ഷിപ്പ് നമുക്ക് നോക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേറെ ഷിപ്പ് വേണ്ട, ഇതന്നെ നല്ല ഷിപ്പാണ്, ഇതന്നെ മതി എന്ന് പറഞ്ഞു. ഓക്കെ, എന്നാൽ ഈ ഷിപ്പ് അടുത്തത് പോകുന്നത് വിശാഖപട്ടണത്തിലാണ്, വൈസാഖിലാണ് പോകുന്നത്. സോ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞു അവിടെ പോയി ജോയിൻ ചെയ്യണം, എനിക്ക് അങ്ങനെ അപ്പോൾ ഭാഷയൊന്നും അറിയില്ല, അപ്പം എന്നാ ചെയ്യേണ്ടതെന്ന്. അത് പ്രശ്നമൊന്നും ആക്കണ്ട, നിങ്ങൾ അവിടെ നിയറസ്റ്റ് ഒരു റൂം എടുത്ത് താമസിച്ചാൽ മതി, പിന്നെ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ബസ്സും പിടിച്ച് ഞാൻ വിശാഖപട്ടണം പോയി. വിശാഖപട്ടണം പോയിട്ട് അവിടെ നിന്ന് അടുത്ത് തന്നെ ഒരു റൂം എടുത്ത് താമസിച്ചു. വിശാഖപട്ടണം വിശാഖ 1 നമ്പർ 2 എന്നെല്ലാം പറഞ്ഞിട്ട് ഓരോ ഇതായിട്ട് ഡിവിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ പോയി താമസിച്ച് അവിടുത്തെ ഫുഡൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ അവിടെ പോയി താമസിച്ചിട്ട് ഞാൻ എന്താക്കി, എന്തോ ഫുഡ് കഴിച്ചു എന്ന് തോന്നുന്നു. ഫുഡ് കഴിച്ചിട്ട് എനിക്ക് ഫുഡ് പോയ്സൺ ആയി. അവസാനം എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഡീഹൈഡ്രേറ്റ് ആയി. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് എണീക്കാൻ പോലും പറ്റുന്നില്ല. എങ്ങനെയൊക്കെയോ സ്റ്റെപ്പൊക്കെ എന്ന് പറഞ്ഞാൽ 4 കാലൊക്കെ ഇഴഞ്ഞ് ഞാൻ എങ്ങനെയൊക്കെയോ ക്ലിനിക്കിൽ പോയി, എന്നിട്ട് അഡ്മിറ്റായി. അവിടെ ഡോക്ടറെ കാണിച്ച് ഫുഡ് പോയ്സൺ ആയതാണ്. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ എന്താക്കി, അവിടെ നിന്ന് റെസ്റ്റ് എടുത്തു. എന്നിട്ട് വലിയ പൈസയൊക്കെ ചിലവായി. എന്നിട്ട് അങ്ങോട്ട് പൈസ കയ്യിലില്ലാത്തപ്പോഴായപ്പോഴന്നെ പിന്നെ അമ്മയുടെ അടുത്ത് പറഞ്ഞ, അമ്മ എവിടെ നിന്നൊക്കെയോ സംഘടിപ്പിച്ചിട്ടൊക്കെയാണ് എനിക്ക് പൈസ അയച്ചു തരുന്നത്. ഞാൻ അവരെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് വെച്ചിട്ട് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്കും പേടിയാവുമല്ലോ, പൈസയും അടച്ചതല്ലേ, അപ്പോൾ അങ്ങനെ പേടിയാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ശരി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വൈസാഖിലും ഇതേ അവസ്ഥ. രാവിലെ പോകും, വിശാഖപട്ടണം പോർട്ടിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് രാവിലെ നിന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഗേറ്റിലേക്ക് കൂടി സൈൻ ഓൺ സൈൻ ഓഫ് ആൾക്കാർ പോകുന്നുണ്ടാവും, വരുന്നുണ്ടാവും. പക്ഷെ ഞാൻ മാത്രം കേൾക്കുന്നുണ്ടാവില്ല. അങ്ങനെ ഇങ്ങനെ ലഗേജും പിടിച്ച് ഒരൊറ്റ നിർത്താം. എന്നിട്ട് അങ്ങനെ 1 മാസത്തോളം ഞാൻ വിശാഖപട്ടണത്തായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങേര് പറഞ്ഞു ഇവിടെ നടക്കൂല, ആ ഷിപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല, ആ ഷിപ്പിൽ ഇപ്പോൾ അവർ സൈൻ ഓഫ് ചെയ്യുന്നില്ല പോലും എന്നെല്ലാം പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞതിനോട്. ഗ്രേറ്റ് ഈസ്റ്റിന്റെ വേറൊരു ഷിപ്പ് ഉണ്ട്, ആ ഷിപ്പിലേക്ക് അവർ ബൾക്ക് ഏരിയർ പറഞ്ഞു. ബൾക്ക് ഏരിയറിലേക്ക് എന്തോ പറഞ്ഞു, അത് പേര് ജഗപ്രഭയായിരുന്നു ഫസ്റ്റ് പറഞ്ഞത്, പിന്നെ ജഗ അതിഥി അങ്ങനെ എന്തോ ആയിരുന്നു കപ്പലിന്റെ പേര് പറഞ്ഞത്. അപ്പോൾ ആ കപ്പലിലേക്ക് വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മൂപ്പർ പറഞ്ഞു, അന്നൊരു കാര്യം ചെയ്യേണ്ടി വരും, പാരാദ്വീപ് പോർട്ടിൽ പോകേണ്ടി വരും. ഓക്കെ, വൈസാഖ് കഴിഞ്ഞ് ഇനി അടുത്തത് പാരാദ്വീപിലെ പോർട്ടിലേക്ക് ഞാൻ. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ പാരാദ്വീപ് പോർട്ടിൽ പോയി. അവിടെയും ഇതേ അവസ്ഥ, ഇതേ പ്രശ്നം, ഇത് തന്നെ. പോർട്ടിൽ പോയിട്ട് അങ്ങനെ 2-3 ദിവസം എന്നെ അവിടുത്തെ CRPFന്റെ ടീം കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ്. അപ്പം അതിൽ എനിക്കന്നേരം ഹിന്ദിയൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അവർ എൻ്റെ അടുക്ക ഒരു മലയാളി വന്നിട്ട് എൻ്റെ ചോദിച്ചു എന്താണ് പ്രശ്നം എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെ ഇതുപോലെ എന്നെ ജോയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, അപ്പോൾ സൈൻ ഓൺ ഉണ്ട് എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാണ്, ഇതാണ് ഷിപ്പ് എന്ന് പറഞ്ഞു. ഈ ഷിപ്പ് ഇവിടെ തന്നെയാണ് ഉള്ളത്, അകത്ത് തന്നെയാണ്, ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് കയറാൻ പറ്റുമായിരിക്കും, എന്തുകൊണ്ടാണ് പിന്നെ എങ്ങനെ വരുന്നത്, നിങ്ങൾക്ക് ഏജന്റ് ഒന്നും ഇല്ലേ? ഞാൻ പറഞ്ഞു ഏജന്റ് എനിക്ക് ഉണ്ട്, പക്ഷെ എനിക്ക് അവിടെ നിന്ന് വിളിച്ച് പറയാണ്, മുംബൈയിലെ ഏജന്റ് ആണ്, അങ്ങനെ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുള്ള ആ രീതിയിലാണ് ഞാൻ ഇവിടുന്ന്. അല്ല മോനെ, നിന്റെ കൂടെ ഒരു ഷിപ്പിലേക്ക് വരെ കയറ്റി വരാൻ വേണ്ടി കമ്പനി നിനക്കൊരു ഏജന്റ് തരും, അവരാണ് നിങ്ങളെ ട്രാവൽ ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഹോട്ടൽ സ്റ്റേ ചെയ്തിട്ട് അവർ ഷെഡ്യൂൾ ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള പേപ്പേഴ്സ് എല്ലാം ഇങ്ങനെയെല്ലാം ഉണ്ട്, എന്താണ് മോൻ്റെ കയ്യിലുള്ള പേപ്പേഴ്സ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഒരു മെയിൽ വന്ന സംഭവമാണ്. അന്നേരം പറഞ്ഞു മോനെ ഇത് വെറും കോൺട്രാക്ട് ലെറ്റർ ആയിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കല്ലേ ഉള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളിൽ എവിടെ, ബാക്കിയുള്ള പല പേപ്പേഴ്സും ഉണ്ട്, അതൊക്കെ ഒന്നുമില്ലല്ലോ, ഒന്നുമില്ലാതെ പിന്നെ എങ്ങനെയാണ് നിനക്ക് മെഡിക്കൽ ടെസ്റ്റ് ചെയ്തിട്ടില്ല, പിന്നെ അതേപോലെ തന്നെ കമ്പനിയിൽ നീ ത്രൂ പോയിട്ട് കമ്പനിയുടെ വക നീ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ല, കമ്പനിയുടെ കോഴ്സുകൾ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഒരു എഗ്രിമെന്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ മോനെ ഒരൊറ്റ പേപ്പർ അല്ല വരുന്നത്, എനിക്ക് ഒരൊറ്റ പേപ്പറാണ്, ഒരു വൈറ്റ് പേപ്പറിൽ ഒരു എഗ്രിമെന്റ്, കാരണം എനിക്ക് ഫസ്റ്റ് ടൈമിൽ എനിക്ക് അറിയില്ലല്ലോ, ഞാൻ അതും കൊണ്ടുവന്നു. അപ്പോൾ നിന്നെ പറ്റിക്കാൻ തോന്നുന്നു കേട്ടാ, അപ്പോൾ നീ അത് വിശ്വസിക്കരുത്. എന്നിട്ട് ഞാൻ ആ ഏജന്റിനെ വിളിച്ചു, ഈ നാരായണനെ വിളിച്ചപ്പോൾ പറഞ്ഞു നീ പേടിക്കണ്ട, അവരങ്ങനെയൊക്കെ പറയും, അവരൊക്കെ തട്ടിപ്പുകാരാണ്, നിന്നെ മനസ്സ് മാറ്റിയിട്ട് അവരെ വേറെ ത്രൂ എവിടെയും കൊണ്ടുപോകാനുള്ള രീതിയാണ് അവർ നോക്കുന്നത്, അപ്പൊ നീ അതിലൊന്നും വിശ്വസിക്കരുത്, നീ കപ്പലിൽ കയറാനാണ് വന്നിരിക്കുന്നത്, അപ്പൊ കപ്പലിൽ തന്നെ കയറണം. ഞാൻ ഇതൊക്കെ വിശ്വസിച്ചു. അവിടെ കുറേ കാലം നിന്നു, എനിക്ക് മടുത്തു, എനിക്ക് പൈസയും കയ്യിലില്ല, ഒന്നുമില്ല. പിന്നെ പറഞ്ഞു കൊൽക്കത്ത പോർട്ടിൽ പോകണമെന്ന്, ഹൽദിയ പോർട്ട്, അവിടെ പോകണം,
അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് കൺഫേം ആയിട്ട് ഉണ്ടാവും. പിന്നെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള പേയ്മെന്റ് ക്യാപ്റ്റൻ ചോദിക്കുന്നുണ്ട്, ബാക്കിയുള്ള പേയ്മെന്റ് കൂടി അടച്ചു തീർക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു ജോയിൻ ചെയ്യാൻ പറ്റാണ്ട് പിന്നെ എങ്ങനെയാണ് ഞാൻ ഇത് മൊത്തം പേയ്മെന്റ് അടക്കുന്നതെന്ന്. അല്ല, അടച്ചാലേ പറ്റൂ, അടക്കാത്തത് കൊണ്ടാണ് കമ്പനി നിന്നെ റിജക്റ്റ് ചെയ്യാണ്, ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കാണ്ട് റിജക്റ്റ് ചെയ്യാണ്. അപ്പോൾ നീ പൈസ അടച്ചാൽ മാത്രമേ നിനക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ, മൊത്തം പൈസ അടക്കണമെന്ന്. അപ്പോൾ 1.25 ലക്ഷം റുപ്യ അടച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള പൈസയും കൂടി ഞാൻ അടച്ചു മാമൻ്റെ അടുത്ത് പറഞ്ഞിട്ട്. അപ്പോൾ മാമനൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം ഞാൻ ഇവിടെ ഓക്കെയാണ്, എനിക്കൊരു പ്രശ്നവുമില്ല, എല്ലാം ജോയിനിങ് എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഓരോ സിറ്റുവേഷനിൽ ഇങ്ങനെ പോകുന്ന പൈസ അടക്കാത്തത് കൊണ്ടാണ് പോലും കമ്പനിയിലേക്ക് കയറ്റാത്തത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്താക്കി, അങ്ങനെ മാമൻ അവരൊക്കെ അമ്മയൊക്കെ നോക്കി പൈസ അടച്ചിട്ട് ഞാൻ എന്നിട്ട് ഇതുപോലെ കൊൽക്കത്ത അവിടെ പോകുമ്പോഴേക്കും കൊണ്ട് എൻ്റെ കൂടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ആകുമ്പോഴത്തേക്കും നിൻ്റെ കൂടെ ഒരു 2 പേരുണ്ടാവുമോ? ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ സാറേ, പ്രശ്നമില്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ 3 പേരും ഒരുമിച്ചാണ് സ്റ്റേ ചെയ്യേണ്ടത്, നിങ്ങൾ 3 പേരും ഒരേ കപ്പലിലേക്കാണ് കയറുന്നത്, ഗ്രേറ്റ് ഈസ്റ്റേണ്ടത്. സോ അതുകൊണ്ട് നിങ്ങൾ ഒരുമിച്ചാണ് താമസിക്കേണ്ടത്. നിങ്ങളെ വിളിച്ച് പറയുമ്പോൾ അപ്പോൾ അങ്ങേർക്ക് വേറൊരു ഏജന്റാണ് കേട്ടോ, അവർ രണ്ടാൾക്ക് വേറൊരു ഏജന്റ്, അവർ രണ്ടാൾ ഹിന്ദി, എനിക്ക് ഹിന്ദി അറിയില്ല. അപ്പോൾ അതിലൊരു മൂപ്പർക്ക് ഇംഗ്ലീഷ് അറിയാം. സോ എനിക്ക് അറിയുന്ന ഇംഗ്ലീഷൊക്കെ സംസാരിച്ചിട്ട് ഞാൻ അവരുമായിട്ട് ഇതായി. അങ്ങനെ ഒരു റൂമൊക്കെ എടുത്ത് ഞങ്ങളവിടെ, എന്നിട്ട് അവിടെ താമസമായിട്ട് എന്നിട്ട് അവിടെയും നോക്കുകയാണ് ഇങ്ങനെ ജോയിനിങ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എന്താക്കി, ശരി എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെയുള്ള ഇവരെയും കൂട്ടിയിട്ട് ഞാൻ ഇവർ ഈ പറയുന്ന പോലെ തന്നെ എല്ലാ ദിവസവും പോയി ഇതേ സംഭവം പിന്നെയും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊൽക്കത്തയിൽ എത്തിയിട്ട് കൊൽക്കത്തയിൽ ഞാൻ ഇതേപോലെ പോർട്ടിൽ പോയിട്ട് ഞാൻ നിൽക്കുമ്പോൾ ഇവർ പറയും ഇന്നല്ല നാളെയാണ് ഷിപ്പ് വരുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊന്ന് വായി തുറന്ന് പറഞ്ഞൂടെ, ഇന്നാണോ നാളെയാണോ? ഇത് കുറേ കാലമായല്ലോ ഇതുപോലെ പറയാൻ തുടങ്ങിയിട്ട്. ഇനി എപ്പോഴാണ് ഞാൻ ഒന്ന് പോകുന്നത്? നിങ്ങൾക്കറിയോ, ഇത്രയും കാലം ഞാൻ ഈ പറയുന്ന സമയങ്ങളിലൊക്കെ ഓരോ പോർട്ടിലും ഓരോ സ്റ്റേറ്റിലും പോയിട്ട് നിൽക്കുമ്പോൾ ഞാൻ രാവിലെ കഴിച്ചുകൊണ്ടിരുന്നത് വെറും വടാപ്പാവ്, അതായത് ഒരു ബ്രെഡ്, അതിൻ്റെ ഉള്ളിൽ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ബോണ്ടി ഉണ്ടാവും. ഈ ഒന്ന് കഴിച്ചിട്ടാണ് ഞാൻ രാത്രി വരെ ഞാൻ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതേപോലെ ഞാൻ തളർന്നു വീഴുന്ന ഒരു അവസ്ഥയായി. എല്ലാ ദിവസവും ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് വീട്ടിൽ എനിക്ക് പറഞ്ഞിട്ട് എനിക്ക് അവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പറ്റില്ല. എത്രയാണെന്ന് വെച്ചിട്ട് അവർ പൈസ അയച്ചു തരിക. അതുകൊണ്ട് ഞാൻ ആരോടും ഒന്നും പറയാതെ തന്നെ ഞാൻ പോകുമ്പോൾ എന്തൊരു തടിച്ചിട്ടായിരുന്നു അറിയോ. ഞാൻ ഏകദേശം കൊൽക്കത്തയിൽ എത്തുമ്പോഴേക്കും എൻ്റെ തടിയൊക്കെ എല്ലാം അങ്ങ് പോയി, ഒന്നുമില്ല, ഞാനൊരു അസ്ഥികൂടമായി മാറി. അതായത് ഞാനിപ്പോൾ ഷിപ്പിലേക്ക് കയറാൻ പോലും ഞാൻ അൺഫിറ്റ് ആയിരിക്കും. കാരണം എനിക്ക് 50-ന് താഴെ പോയിട്ടുണ്ടാവും എൻ്റെ വെയിറ്റ്. ആ ഒരു അവസ്ഥയായി. കാരണം തിന്നലുമില്ല, കുടിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു പൈപ്പ് വെള്ളത്തിൽ ചോട്ടിൽ പോയിട്ട് കുടിക്കും. അതേപോലെ തന്നെ ഓരോ സമയത്ത് എന്താ പറയുക, റൂം കിട്ടാറില്ല. റൂം കിട്ടാത്ത സമയത്ത് ബാത്റൂമിലൊക്കെ ഏതെങ്കിലും കാട്ടിലൊക്കെയാണ് പോവുക. ബാത്റൂമിനൊക്കെ കുളിക്കാൻ പോകുന്നതും ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കോമൺ പൈപ്പ്, ബാത്റൂമിൻ്റെ ഏതെങ്കിലും പൈപ്പ് ഉണ്ടാവും, ആ പൈപ്പിൻ്റെ ചോട്ടിൽ നല്ല പോയിട്ട് കുളിക്കുക. അവിടെ നിന്ന് തന്നെ അലക്കി മാറ്റി അവിടെ നിന്ന് ആറിയിട്ടിട്ട് ഉണങ്ങുന്നത് വരെ അവിടെ തന്നെ കാത്തും വെയിലത്ത്. ഉണങ്ങിയ ശേഷം മടക്കി എടുത്തിട്ട് ബാഗിൻ്റെ അകത്ത് കുത്തിക്കയറ്റും. ഇങ്ങനെയായിരുന്നു ഞാൻ ആ ദിവസങ്ങളിലൊക്കെ ജീവിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതേപോലെ തന്നെ മറ്റുള്ളവരൊക്കെ എന്തെങ്കിലും കഴിക്കുന്നത് കാണുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരുമാതിരി ആർത്തിയായിരിക്കും. അവരൊക്കെ കാണുമ്പോൾ ഇങ്ങനത്തെ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കിയിരിക്കും. പിന്നെ ഞാൻ വിചാരിക്കും ഞാൻ എന്തിനാ കൊതി കൂടിയിട്ട് കാര്യം, നമുക്കൊരു കാലം ഉണ്ടാവും, നമ്മളും അതുപോലെ വരും. പിന്നെ ഇത്രയും പൈസ ഞാൻ കൊടുത്തു പോയില്ലേ, ഇനിയിപ്പോൾ എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. എനിക്ക് ഒന്നിക്കിൽ ജോയിൻ ചെയ്യണം, ഇല്ല എന്നുണ്ടെങ്കിൽ ആ പൈസ എനിക്ക് തിരിച്ചു കിട്ടണം. എന്നിട്ട് ഇതുപോലെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ കുറേ കാലം ഞാൻ അവിടെ കൊൽക്കത്തയിൽ മൂപ്പർ ആ 2 പിള്ളേരുണ്ടായിരുന്നല്ലോ, എന്നെക്കാൾ മൂത്തവരായിരുന്നു കേട്ടോ. അവര് ഹിന്ദിക്കാർക്ക്, അവർക്കും ഇതുപോലെ തന്നെ അവരും പൈസ അടച്ച് ഞാനും പൈസ അടച്ച് ആ റൂമിൻ്റെ റെന്റും കൊടുത്ത്, ഒരു ചെറിയ റൂം, ആ റൂമിൽ റെന്റും കൊടുത്തിട്ട് അവിടെ തന്നെ താമസം. ഒരു വൃത്തിയില്ലാത്ത ഒരു സ്ഥലമായിരുന്നു ആ കൊൽക്കത്ത എന്ന് പറഞ്ഞ ആ നഗരം. വളരെ വൃത്തിഹീനം. എൻ്റെ അമ്മോ, എങ്ങനെയൊക്കെയാണ് അവിടെ ഞാൻ ജീവിച്ചത്. അത് കഴിഞ്ഞ് ഒരു ദിവസം ഇതുപോലെ എൻ്റെ അടുക്ക പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് തന്നെ ബോയിലർ സൂട്ട്, സേഫ്റ്റി ഷൂ എല്ലാം വാങ്ങിക്കണം, നിങ്ങൾക്ക് ജോയിനിങ് കൺഫേം ആയി. അപ്പോൾ 3 പേരും പോയിട്ട് ബോയിലർ സൂട്ടും സേഫ്റ്റി ഷൂ എല്ലാം വാങ്ങിക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് റീസെറ്റ് ചെയ്യുന്ന പോലെയാണ്. നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാകും, പൈസ തിരിച്ചു വാങ്ങിക്കും, ചോദിക്കും എന്നുള്ള രീതി കൊണ്ട് ഇവരത് പേടിച്ചിട്ട് ഇവരെന്താക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ദിവസം ഇത് അന്നേ ദിവസം അത് നമ്മളെ ബിസിയാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഇതുണ്ടാവുമല്ലോ, നമുക്ക് നാളെ ജോയിനിങ് ആയിരിക്കും, ഇതാ മറ്റന്നാൾ ജോയിനിങ് ആയിരിക്കും. ആ ഒരു സംഭവം വരുത്തിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്തെങ്കിലും ആയിട്ട് പറയും. അങ്ങനെ എൻ്റെ അടുക്ക പറയാം ബോയിലർ സൂട്ട് പോയിട്ട് വാങ്ങിക്കുക, അതൊക്കെ ഇത് ചെയ്യുക, അത് ചെയ്യുക, സേഫ്റ്റി ഷൂ. അങ്ങനെ ബോയിലർ സൂട്ട്, സേഫ്റ്റി ഷൂ
എല്ലാ പിപിയും എല്ലാ കുന്ത്രാണ്ടങ്ങളും വാങ്ങിച്ച് ബാഗിൻ്റെ അകത്ത് കുത്തിക്ക് ഇല്ലാത്ത പൈസ കൊടുത്തിട്ടൊക്കെയാണ് വാങ്ങിച്ചിട്ട് വെച്ചത്. അതിൻ്റെ അകത്ത് ഈ മൂപ്പറെടുക്കുന്ന അടക്കം ഈ ഹിന്ദിക്കാരെടുക്കുന്ന അടക്കം ഞാൻ കടം വാങ്ങിച്ച്. ഞാൻ പറഞ്ഞു ഏട്ടാ ഞാനിങ്ങനെ കപ്പലിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ പൈസ ഞാൻ തരാം, എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു ബോയിലർ സൂട്ട് 2 ബോയിലർ സൂട്ടാണോ ചോദിക്കുക, എനിക്ക് ഒരു ബോയിലർ സൂട്ട് വാങ്ങാനുള്ള 600 റുപ്യേ ഉള്ളൂ, ബാക്കി ബോയിലർ സൂട്ട് വാങ്ങിക്കാനുള്ള പൈസ ഇല്ല, നിങ്ങൾ എന്തെങ്കിലും തന്നെങ്കിൽ ഞാൻ തിരിച്ചയക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സുഹൃത്തായതുകൊണ്ട് മൂപ്പർ എനിക്കങ്ങനെ ഒരു ബോയിലർ സൂട്ടും കൂടി വാങ്ങിച്ചു തന്നു. അങ്ങനെ ഞാൻ ആ ബാഗിൽ കയറ്റി വെച്ച്. എന്നിട്ട് എൻ്റെ അടുക്ക പിന്നെ ഒരു അടുത്ത ദിവസം വിളിച്ച് പറയാണ്, അവർക്ക് വേറെ ഏജന്റ് ആയതുകൊണ്ട് അവർക്ക് രണ്ടാക്കും വേറെ ഷിപ്പിലേക്കാണ്, നിനക്ക് വേറെ ഷിപ്പിലേക്കാണ്. അപ്പം നിന്റെ ഷിപ്പ് നാളെ വരുന്നുണ്ട്, നാളെ കൊൽക്കത്ത പോർട്ടിൽ നിങ്ങൾ അവിടെ പോയ പണം നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും പറഞ്ഞിട്ട് എനിക്ക് ഒരു ഫോം 2-3 മെയിലൊക്കെ അയച്ചു, 2-3 ഫോമെല്ലാം ആയിട്ട്. അതൊക്കെ ഞാൻ എടുത്ത് പ്രിന്റ് എടുത്ത് ഞാൻ അതും കളർ പ്രിന്റ് ഒക്കെ എടുത്ത് ഞാൻ നല്ല കുട്ടപ്പനായി എപ്പോഴേയും പോലെ തന്നെ ബാഗും തൂക്കി നേരെ പോയി പോർട്ടിലേക്ക്. പോർട്ട് പോയിട്ട് പുറത്ത് വന്നു. അപ്പോൾ ബൾക്ക് ഏരിയർ പോർട്ടാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു കോളൊക്കെ പോകുന്ന ഒരു ഇതുണ്ട്, ആ ഫാക്ടറിൻ്റെ അടുത്തായിട്ടാണ് പോർട്ട്. അപ്പോൾ അവിടെ പോയി നിന്നപ്പോൾ അവിടെ പോയി നിന്ന് ഞാൻ മടുത്ത്, ആരും ഇല്ല, ആരും വരുന്നില്ല. അവസാനം എനിക്ക് ഭ്രാന്തായി. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഗ്രേറ്റ് ഈസ്റ്റേൺ കമ്പനിയിൽ നിന്ന് കുറച്ച് പേര് സൈൻ ഓഫ് ആയിട്ട് ഇറങ്ങി വരുന്നു. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ ഏത് ഇതിൽ നിന്നാണ് വരുന്നത്? അപ്പോൾ പറഞ്ഞു ഞാൻ കയറാൻ പോകുന്ന കപ്പലിൽ കേട്ടോ അവരവിടെ നിന്ന് ഇറങ്ങുന്നത് സൈൻ ഓഫ് ചെയ്തിട്ട്. ഞാൻ പറഞ്ഞു എനിക്കും ആ ഷിപ്പിൻ്റെ ഇതാ തന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ അവർ സീഫറസ് ആയിരുന്നു. അപ്പോൾ ബോസൺ എന്ന് പറഞ്ഞ റാങ്കിലൊക്കെ ഉള്ളവരായിരുന്നു, എനിക്കറിയില്ല ആരാ. അപ്പോൾ എല്ലാവരും ഞാൻ സാറേ 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 എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു എന്നെ സാറേ എന്ന് വിളിക്കണ്ട, ഞാൻ നിന്റെ ബായിയാണ്, ഏട്ടനെ പോലെ തന്നെയാണ്, എന്നെ ബായി എന്ന് വിളിച്ചാൽ മതി, ബയ്യാന്ന് വിളിച്ചാൽ മതി. ഞാൻ പറഞ്ഞു ഓക്കെ ബയ്യ, ഇതാണ് എൻ്റെ കോൺട്രാക്ട് ലെറ്റർ എന്നെല്ലാം പറഞ്ഞിട്ട് അവർ കാണിച്ചു കൊടുത്തു. അവർ കണ്ട് അവർ തമ്മിൽ എന്തെല്ലോ സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് ആകെ പേടിയായി. എന്നിട്ട് ചോദിച്ചു ഏകദേശം ഇപ്പോൾ 3 മണിയായി വൈകുന്നേരം, എന്നെ കഴിച്ചോന്ന്? ഞാൻ പറഞ്ഞു ഇല്ല. അല്ല ഉച്ചക്കത്തെ കാര്യമില്ല, രാവിലെ ഒന്നും കഴിച്ചോ? ഞാൻ പറഞ്ഞു രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. മോനെ രാവിലെയും ഉച്ചക്കും ഒന്നും കഴിക്കാതെയാണോ ഇത്രയും സമയം നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു ഇവിടുന്ന് കഴിക്കാനൊന്നും ഒരു പീടിയോ ഒന്നുമില്ല, സത്യത്തിന് എൻ്റെ പൈസ ഇല്ല, അപ്പോൾ കഴിക്കാനൊന്നും പീടിയൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്തത്. പിന്നെ എനിക്ക് ജോയിനിങ് ആണല്ലോ, അതുകൊണ്ട് ഞാൻ ആ ഷിപ്പിൽ പോയിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചോളാം. അപ്പോഴാണ് അവർ പറയുന്നത് മോനെ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഇത് നിന്റെ സർട്ടിഫിക്കറ്റ് അല്ല, ഇത് എന്ന് പറഞ്ഞാൽ ഇത് ഫേക്കാണ്, ഇങ്ങനെ എല്ലാ കോൺട്രാക്ട് ലെറ്റർ ഉണ്ടാവുക. മോനെ ഇവിടെ പോയോ, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്തില്ല. അവരാകെ ഇതായി ടെൻഷനായി. അവസാനം പറഞ്ഞു ഈ പറയുന്ന സ്ഥലത്ത് ഗ്രേറ്റ് ഈസ്റ്റേൻ്റെ ഓഫീസാണ് കൊൽക്കത്തയിലെ, അവിടെ പോയിട്ട് നീ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഗ്രേറ്റ് ഈസ്റ്റേൻ്റെ ഓഫീസിലേക്ക് പോയി. അപ്പോൾ ഈ ഏജന്റിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, എവിടെ എത്തി, എന്തായി, ഇപ്പൊ നടക്കും, നീ കാത്തിക്കത, ഇപ്പൊ വരും ജോയിൻ ചെയ്തു. ഞാൻ ഒന്നും പറയാതെ തന്നെ നേരെ പോയി കൊൽക്കത്ത ഓഫീസിന്റെ പുറത്ത് ഇങ്ങനെ നിന്നു. ഗ്രേറ്റ് ഈസ്റ്റേൻ്റെ പെട്ടെന്ന് ഒരു സെക്യൂരിറ്റി വന്ന് ചോദിച്ചു ഇങ്ങനെ സംഭവം, പേപ്പർ കാണിച്ചു. അപ്പോൾ എനിക്ക് കണ്ണൊക്കെ കലങ്ങിയിട്ടുണ്ട് കേട്ടോ, എനിക്ക് ആകെ പേടി എല്ലാം കൂടിയായി. അപ്പോൾ എന്തൊക്കെ നേരെ ഞാൻ അകത്ത് പോയപ്പോൾ തന്നെ എന്നെ എല്ലാവരും ഉണ്ട് അവിടെ. എനിക്ക് ആകെ ടെൻഷനായി. മോൻ ബാഗ് ഇവിടെ വെക്ക് എന്നെല്ലാം പറഞ്ഞു, ഹിന്ദിയിലെ സംസാരിച്ച ബാഗ് ഇവിടെ വെക്ക് എന്നെല്ലാം പറഞ്ഞു. ഇരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഇരിക്കുമ്പോൾ കയ്യും കാലും വറക്കലായി. അപ്പോഴത്തേക്കും ഇങ്ങനെ ഞാൻ ഏകദേശം ക്ഷീണായ പോലെ, കാരണം ഭക്ഷണം കഴിച്ചില്ലല്ലോ. അവസാനം കുട്ടിക്ക് വെള്ളം കൊടുത്താട്ടെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഗ്ലാസ്സിൽ വെള്ളം തന്നു. വെള്ളം കുടിച്ചപ്പോഴത്ര കുറച്ച് ആശ്വാസമായത്. എന്നിട്ട് കുടിച്ചിട്ട് ഞാൻ ഇരുന്നപ്പോൾ ഇവരെങ്ങനെയല്ലോ ചോദിക്കും 4-5 പേരെന്നെ ചുറ്റിക്കറങ്ങിയിട്ട് എനിക്ക് ആകെ വെപ്രാളായിട്ട് എന്താ പറയണമെന്ന് അറിയില്ല. AC-യിലാണ് ഇരുന്നിട്ടുള്ളത്, എന്നാലും പോലും എനിക്ക് വേർപ്പായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് പറഞ്ഞു എന്താണ് നിന്റെ ലാംഗ്വേജ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് മലയാളം തമിഴ് അറിയാം എന്ന് പറഞ്ഞു. ഓക്കെ നമ്മളെ GM ജനറൽ മാനേജർ തമിഴാണ്, അപ്പോൾ മൂപ്പറായിട്ട് സംസാരിക്കുന്ന പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് മൂപ്പറ ക്യാബിനിൽ പോയിട്ട് ഇരുത്തിച്ചു. ഓഫീസ് റൂമിൽ പോയി ഇരുത്തിച്ചിട്ട് മൂപ്പർ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് നിന്റെ എഗ്രിമെൻറ്റ് കാണിച്ചാട്ടെ, കോൺട്രാക്ട് ആയിട്ട് കാണിച്ചാട്ടെ, OK2 ബോർഡ് കാണിച്ചാട്ടെ എന്നെല്ലാം പറഞ്ഞു. എനിക്ക് എന്തെങ്കിലും അറിയാം. ആകെ ഒരു 2 കഷ്ണം പേപ്പർ ഇതെടുത്ത് മൂപ്പറെ കയ്യിൽ കൊടുത്ത് പറഞ്ഞു. മൂപ്പർ ചിരിക്കുകയാണ്. മൂപ്പർ പറഞ്ഞു ഇങ്ങനെയല്ല മോനെ, ഇതെല്ലാം ശരിക്കും. മൂപ്പർ ക്യാപ്റ്റനാണ് കേട്ടോ. അപ്പോൾ മൂപ്പർ പറഞ്ഞു ഇങ്ങനെയല്ല, ഇതെല്ലാം ഫേക്കാണ്, നിന്നെ ഏത് ഏജന്റാണ് നിന്നെ ഇങ്ങോട്ട് അയച്ചത്, ശരിക്കുമുള്ള എഗ്രിമെന്റും കോൺട്രാക്ട് ലെറ്ററും ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് മൂപ്പർ തന്നു, ഇത് വായിച്ചു നോക്ക്. എടുത്തു നോക്കുമ്പോൾ ഇതുപോലെ ഒരു AB റാങ്കിലുള്ള മൂപ്പറെ ഒരു കോൺട്രാക്ട് ലെറ്റർ കാര്യങ്ങളൊക്കെയാണ്. എല്ലാം വായിച്ചു നോക്കുമ്പോൾ ഇത്ര ഒരു അട്ടി പേപ്പർ ഉണ്ട്, കുറേ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഏജന്റ് ത്രൂവിന് എത്ര പേര് വരുന്നുണ്ട് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസ്ഡ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് ലെറ്റർ.
എത്ര വേജസ് ആണ്, ബേസിക് വേജസ് എത്രയുണ്ട്, ലീവ് പേ എത്രയുണ്ട് എന്നുള്ള എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഒന്നുമില്ല. എനിക്ക് ആകെ $250 സാലറി, ഇങ്ങനെ ഒരു റാങ്ക്, ഇന്ന കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നു, സോ ആൻഡ് സോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിന്. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഒരു ക്യാപ്റ്റൻ സൈൻ എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു കോപ്പൻ്റെ സൈൻ ഇട്ടിട്ട് അവിടെ വെച്ചിട്ടാണ് ഉള്ളത്. ഇതേ ഉള്ളൂ. ഞാനാകെ അവിടെ നിന്ന് ഒരേ പൊട്ടിക്കരച്ചിലായി. ഞാൻ ഇത്ര പൈസ കൊടുത്തിട്ട് വന്നതാണ്, എങ്ങനെ ആയതാണ്, എനിക്ക് ലാംഗ്വേജ് പോലും അറിയാതെ എനിക്ക് നാട് മൊത്തം ഇവൻ എന്നെ കറക്കി, ഞാൻ എന്താ ചെയ്യേണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും മോൻ, പെട്ടെന്ന് തന്നെ ഏജന്റിനെ വിളിക്കുന്നു പറഞ്ഞു. ഞാൻ ഏജന്റിനെ വിളിച്ചിട്ട് ഹലോ നന്ദി സാറല്ലേ, സാറേ ഇതുപോലെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ എന്നെ ഓഫീസിലേക്ക് പോകാൻ പറഞ്ഞായിരുന്നു, ഞാനിപ്പോൾ ഓഫീസിലാണ് ഉള്ളത്. നിന്നോട് ആരാ പറഞ്ഞു ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട്? നിന്നോട് പറഞ്ഞതല്ലേ, ഞാൻ പറയുന്ന ആ ഗൈഡൻറ്റ് മാത്രം നോക്കിയിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ, നിന്നോട് പറയാതെ നീ എന്തിനാണ് ആ ഓഫീസിൻ്റെ ഉള്ളിൽ കയറിപ്പോയതെന്ന്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇവരൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കയറിപ്പോയത്, നീ എത്രയും പെട്ടെന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടിക്കുമെന്ന്, ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാവുന്നു. അപ്പോൾ എന്നെ അറിയൂല, ഞാൻ നിന്റെ അടുത്ത് സംസാരിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ കട്ടാക്കി. പിന്നെ ഞാൻ കരച്ചിലോട് കരച്ചിൽ, എനിക്കെല്ലാം പോയി, എൻ്റെ പൈസയും പോയി, എല്ലാം പോയി തന്നെ. ഞാൻ ഒരേ കരച്ചിൽ അവിടെ നിന്ന്, മോനെ പോട്ടെ ആ നമ്പറിൽ അയക്കും മോനെ, ആ നമ്പർ താ മോനെ എന്നെല്ലാം പറഞ്ഞിട്ട് എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് മൂപ്പർ എടുക്കുന്നില്ല. അവസാനം ആ GM വിളിച്ചപ്പോൾ അങ്ങേര് ഫോണ് കട്ടാക്കി. കാരണം അതിൻ്റെ അകത്ത് ഗ്രേറ്റ് ഈസ്റ്റേൺ എന്നെല്ലാം പറഞ്ഞാൽ പോകുന്നത് പേര് ട്രൂ കോളറിൽ. സോ മൂപ്പർ കട്ടാക്കി എന്ന് തോന്നുന്നു. മൂപ്പർ കട്ടാക്കിയ പാടനെ പിന്നെ ഫോൺ സ്വിച്ച് ഓഫ്. അപ്പോഴേക്കനെ അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇനി എവിടെയും പോകണ്ട മോൻ, ഒരു കാര്യം ചെയ്യും, നേരെ വീട്ടിലേക്ക് പോകും, ഇവിടുന്ന് ബസ്സുണ്ട്, ഇവിടുന്ന് നേരെ കൊൽക്കത്ത ഇവിടെയുണ്ട് സ്റ്റേഷനിലേക്ക് പോവുക, അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് കേരളത്തിലേക്ക് ഉള്ള ട്രെയിൻ ഉണ്ട്, കയറി പോയിക്കോ, മോൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ? ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, പക്ഷെ വീട്ടിൽ അമ്മേനോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്തെങ്കിലുമായിട്ട് പൈസ അയച്ചു തരും, എന്നിട്ട് ഞാൻ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സാറിനപ്പോൾ പേടിയായി, ഇനി പയ്യനെങ്ങാനും പുറത്ത് പോയി കഴിഞ്ഞിട്ട് ആരെങ്കിലും വന്ന് ഇവനെ എന്തെങ്കിലും ചെയ്ത് കളയോ എന്നുള്ളൊരു പേടിയായി. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, സെക്യൂരിറ്റി ഗാർഡ്, അവിടെ ഒരു CRPFൻ്റെ സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടായിരുന്നു, അവരോടൊക്കെ പറഞ്ഞു, ഈ കുട്ടീൻ്റെ കൂടെ ബസ് സ്റ്റോപ്പ് വരെ എത്തിക്കണം നിങ്ങൾ, ആരെങ്കിലും അങ്ങനെ സംശയപരമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ പിടിച്ചുകൊണ്ട് വരണം. എന്നിട്ട് എന്നെ ഓട്ടോ കയറ്റി, രണ്ടും അപ്പുറം ഇപ്പുറം ബോഡി ഗാർഡ് പോലെ ഇവർ കൂടെ വന്നു. ഓട്ടോ കയറ്റി അവരെന്നെ സംസാരിച്ചിട്ട് അവരെന്നെ ഓട്ടോ ചാർജൊക്കെ കൊടുത്തു. ബസ് അവരെന്നെ, കാരണം അവിടെ ബംഗാളിയിലാണ് എഴുതിയിരിക്കുന്നത്, കാരണം എനിക്ക് ബോർഡൊന്നും വായിക്കാൻ അറിയില്ല. എന്നിട്ട് അവർ പറഞ്ഞു, ഇത് ഇവിടത്തേക്ക് സ്റ്റേഷനിലേക്ക് പോകുന്ന ബസ്സാണ്, ഇതിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ തന്നെ ബസ് കയറ്റി വിട്ടു. എന്നിട്ട് അവരെന്നെ ഫുള്ള് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു, അപ്പുറം ഇപ്പുറമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന്. എന്നിട്ട് എന്തെങ്കിലും കോൾ വന്നിട്ടുണ്ടോ, നീ ഒരു കാര്യം ചെയ്യും, ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്, എന്നിട്ട് അവനുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ചെയ്യണം, നീ എവിടെയാണെന്നുള്ളതൊന്നും പറയണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ എന്നിട്ട് നേരെ ബസ് കയറ്റി വിട്ട് നേരെ ഞാൻ കൊൽക്കത്ത ഇവിടെ എത്തി, സ്റ്റേഷനിലെത്തി. കൊൽക്കത്ത സ്റ്റേഷനിലെത്തുമ്പോൾ എന്ത് വലിയ സ്റ്റേഷനാണെന്നറിയാം. ഞാൻ ആദ്യമായിട്ട് ആ സ്റ്റേഷൻ കാണുന്നത്, പണ്ട് ബ്രിട്ടീഷുകാർ കെട്ടിയ സ്റ്റേഷനാണ്. അപ്പോൾ അത്രയ്ക്കും വലിയ സ്റ്റേഷൻ. അവിടെ എന്നിട്ട് അവിടെ നോക്കുമ്പോഴത്തേക്കും ട്രെയിൻ ടിക്കറ്റ് എടുക്കാനുള്ള പൈസ ഇല്ല. എന്നിട്ട് ഞാൻ ട്രെയിൻ ടിക്കറ്റ് ഞാൻ എങ്ങനെയൊക്കെയോ ചോദിച്ചു, ഒന്നും നടക്കൂല, ട്രെയിൻ ടിക്കറ്റും ഇല്ല. ഇന്നിപ്പോൾ എനിക്ക് പെട്ടെന്ന് കയറി പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ട്രെയിൻ സീറ്റ് അവൈലബിൾ ആണോ? അല്ല. അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ 1.5 ദിവസത്തെ ട്രാവൽ ഉണ്ട്, എന്താ പറയേണ്ടത്, നാട്ടിലേക്ക് പോകണമെങ്കിൽ. അതേപോലെ തന്നെ മുംബൈയിലേക്ക് പോകണമെങ്കിലും. പിന്നെ ഞാനിങ്ങനെ കരുതി അവിടെ തന്നെ ഇരുന്ന് പിന്നെ അവസാനം എനിക്ക് ക്ഷീണമായി. എന്നിട്ട് ഞാനെന്താക്കി, ശരിക്കും കൊൽക്കത്ത അവിടെ ഇതിൻ്റെ സ്റ്റേഷനിൽ തന്നെ ഞാനെന്താക്കി സൈഡ് കടന്നു. പെട്ടെന്ന് പോലീസ് എന്നെ വന്നിട്ട് എണീപ്പിച്ചിട്ട് പറഞ്ഞു, മോനെ ഇപ്പോൾ സമയം 8:30 മണിയായി രാത്രി, ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പോലെ, ഇവിടെ പിക്ക് പോക്കറ്റും പിന്നെ കൊള്ളക്കാരും ഉള്ള ഭയങ്കരമായിട്ടുള്ള സ്ഥലമാണിത്, അതുകൊണ്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മോൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ബാഗൊക്കെ പോകുമെന്ന് പറഞ്ഞു. ബാഗിൽ എന്തെങ്കിലും ഉണ്ടാ? ഞാൻ പറഞ്ഞ എൻ്റെ സർട്ടിഫിക്കറ്റ് ആണ് ഉള്ളത്. മോനെ സർട്ടിഫിക്കറ്റ് ഒന്നും നോക്കൂലേ, അവന്മാർ അടിച്ചു കൊണ്ടുപോകും കേട്ടോ. പിന്നെ അതും പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും തന്നിനെങ്കിൽ തിന്നാൻ നോക്കരുത്, ഇത് ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണെന്ന് പറഞ്ഞു. എനിക്ക് ആകെ പേടിയായി. ഫുള്ള് പിടിച്ചു പറിക്കാറും ഇതൊക്കെ ഉള്ള ഒരു സ്ഥലമാണെന്നെല്ലാം പറഞ്ഞു. എനിക്ക് ആകെ ടെൻഷനായി, എന്നാ ചെയ്യേണ്ടതെന്ന്. അവസാനം ഞാൻ ആ സ്ഥലത്ത്, എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് ഞാൻ ചിന്തിക്കുകയായിരുന്നു, എന്താ ചെയ്യേണ്ടത്, നാട്ടിലേക്കാണോ പോകേണ്ടത് അല്ലെങ്കിൽ മുംബൈയിലേക്കാണോ പോകേണ്ടത്. എന്നിട്ട് അവസാനം ഞാൻ തന്നെ ഒരു തീരുമാനം എടുത്തു, വീട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഒന്നിക്കൽ കയ്യിൽ ജോലി ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പൈസയും തിരിച്ച് മാത്രമേ കൊണ്ടുപോയിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ വാക്ക് കൊടുത്തു. അമ്മ എന്നെ വിളിച്ചപ്പോൾ അമ്മ ഒരേ കരച്ചിലായി, നീ എങ്ങനെങ്കിലും മോനെ നീ നാട്ടിലേക്ക് വന്നേക്ക്, മതി, കുറേ ആയില്ലേ കഷ്ടപ്പെടുന്നത്, നീ മതി, ഇനി പൈസ പോയാലും പ്രശ്നമില്ല, ശരീരം എങ്കിലും ഇവിടെ എത്തിയാൽ മതി, എങ്ങനെയെങ്കിലും
ജീവനോടെ എത്തിയാൽ മതി നീ എന്നുള്ള ആ ഒരു ഇതിലായി വീട്ടിലൊക്കെ വർത്താനം. എന്നിട്ട് പക്ഷെ എനിക്ക് ആകെ ഞാൻ പറയാം, എൻ്റെ അമ്മ ഇത്രയും പാട് പൈസ വെറുതെ ഒരുത്തിന് എങ്ങനെ കൊടുത്തിട്ട് എനിക്ക് പോകാൻ പറ്റും? അതും പറയണ്ട് നമ്മളെ പൈസ മാത്രമല്ല, കുടുംബക്കാരെല്ലാരും കൂടി സഹായിച്ചുള്ള പൈസയല്ലേ, മാമ എല്ലാം കൂടി തന്ന പൈസയാ. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ കളയാൻ പറ്റുമോ? എനിക്കൊരു ജോലി വേണ്ടേ? പിന്നെ പറഞ്ഞാൽ പെങ്ങളും ഇല്ലേ വളരുന്ന്. അപ്പൊ പറഞ്ഞാൽ എല്ലാരെയും കൂടി നോക്കണ്ടേ എന്നുള്ളൊരു ഒറ്റ ചിന്താഗതിയായിരുന്നു. എന്നിട്ട് ഞാൻ അവിടെ കാത്തു നിന്നിട്ട് ലാസ്റ്റ് ഞാൻ അവിടെ ടി.ടിനോട് ചോദിച്ചു എപ്പോഴാണ് ട്രെയിൻ എടുത്തതെന്ന്. അപ്പൊ അവര് പറഞ്ഞു രാവിലെ 6 മണിക്കാണ് ട്രെയിൻ ഉള്ളത് മുംബൈയിലേക്ക് എന്ന്. ഞാൻ ഒന്നും നോക്കിയില്ല. ഞാൻ അപ്പോഴേക്ക് ലോക്കൽ ടിക്കറ്റ് എടുത്തു. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ നേരെ അവിടത്തെ കയറുമ്പോൾ തിക്കും തിരക്കുമായിരുന്നു. ഇരിക്കാനും നിൽക്കാനും ഒരു സ്ഥലവും ഉണ്ടായില്ല. എന്നിട്ട് എങ്ങനെയൊക്കെയോ ഞാൻ അവിടെ പോയിട്ട് കയറിയിരിക്കാൻ പോയി. കയറിയിരിക്കാൻ പോകുമ്പോഴത്തേക്കും ഇരിക്കാൻ ഒരു തുള്ളി സ്ഥലമില്ലാത്തതുകൊണ്ട് താഴെ ഇരുന്നിട്ട് ലോക്കൽ കമ്പാർട്ട്മെന്റ് ഇരുന്നിട്ട് ഞാനൊരു 1.5 ദിവസം ഞാൻ കഴിച്ചുകൂടി. അതിനകത്തൊന്നും ഞാൻ കഴിച്ചിട്ടുമില്ല, കുടിച്ചിട്ടുമില്ല, ഒന്നുമില്ല. അവസാനം ദാഹിച്ചിട്ട് ഞാൻ ആ മറ്റേ വാഷ് ബേസിനിൽ വരുന്ന ആ വെള്ളമായിരുന്നു ഞാൻ കുടിച്ചത് ട്രെയിനിൽ. അതൊന്നും ആരും കുടിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ. ഞാൻ അത് കുടിച്ചിട്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് ട്രെയിന് കയറി ഞാൻ മുംബൈയിലെത്തിയത്. മുംബൈയിലെത്തിയിട്ട് അവസാനം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ വിളിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് കയ്യില, എനിക്ക് മുംബൈയിൽ ഞാൻ കയറിക്കോളും, എനിക്ക് നിങ്ങളെ കാണണം. അപ്പോൾ അങ്ങനെ കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താക്കി, സ്റ്റേഷനിൽ നിന്ന് എവിടെയാണ് ഞാൻ വരേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വിരാർ റോഡിലാണെന്ന്. അപ്പോൾ എനിക്കറിയില്ല ഈ വിരാർ റോഡ് എവിടെയാണെന്ന്. മുംബൈയിലെത്തി വിരാർ റോഡിൽ അവിടെ ഞാൻ എന്താക്കി, ശരി അവിടെ നിന്ന് ലോക്കൽ ട്രെയിനൊക്കെ പിടിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ലോക്കൽ ട്രെയിനൊക്കെ അവിടെ നിന്ന് പിടിച്ച് അവിടെ നിന്ന് ഒരു വടാപ്പാവ് ഞാൻ കഴിച്ചു. വടാപ്പാവ് കഴിച്ചിട്ട് ഇവനെ വിളിച്ചു കഴിഞ്ഞാൽ ഇവൻ വരത്തില്ല. അപ്പോഴാണ് എനിക്ക് ഇവന്റെ വർത്താനത്തിലെല്ലാം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവനൊക്കെ ഭയങ്കര വലിയ വലിയ സെറ്റപ്പുള്ള സ്ഥലത്തിൽ മാത്രമേ വരുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവന് ശരിക്കും അവന്റെ മുഖം കാണിക്കാൻ പറ്റില്ല. ആ ഒരു രീതിയിലായിരുന്നു. അവൻ ഏജന്റ് ആയിരുന്നു, ഫോണിലേക്ക് കൂടി മാത്രം സംസാരമായിരുന്നു. അവന്റെ ഫേസ് കാണിക്കാൻ അവൻ താല്പര്യപ്പെടുന്നുണ്ടായില്ല. എന്നിട്ട് ഞാൻ എന്താക്കി, സോപ്പിട്ട് നിങ്ങൾ ഭയങ്കര നല്ല വ്യക്തിയാണ്, എന്നാലും നിങ്ങൾ ഇത്രയും കാലം എനിക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് നിങ്ങൾ ശ്രമിച്ചില്ലേ, എന്നെ കഷ്ടപ്പെടുത്തിയത് എന്നല്ല ഞാൻ പറഞ്ഞു, എന്നെ ശ്രമിച്ചില്ലേ, എന്നെ ജോലി കയറ്റാൻ വേണ്ടി നിങ്ങൾ നോക്കിയില്ലേ, അപ്പൊ നിങ്ങളെനിക്ക് തീർച്ചയായിട്ടും കാണണം, ഞാൻ നിങ്ങൾക്കൊരു പാർട്ടി തരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താക്കി നേരെ അവിടെ പോയി നോക്കുമ്പോൾ ഒരു 3 സ്റ്റാർ ഹോട്ടൽ ഞാൻ കണ്ടു വിരാർ റോഡിൽ. അവിടെ വിരാർ റോഡിൽ 3 സ്റ്റാർ ഹോട്ടൽ കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ട്, നിങ്ങൾ അങ്ങോട്ടേക്ക് പോകാന്ന്. അപ്പോൾ ഇങ്ങനെ എൻ്റെ മോനെ ആ ഹോട്ടലിലാണോ നീ നിൽക്കുന്നത്, എന്താ സംഭവം? ഞാൻ പറഞ്ഞു നമുക്കൊരു ട്രീറ്റ് ആക്കാം, നിങ്ങളെയും കൂടി കാണണം എന്ന് പറഞ്ഞിട്ട്. ഓ ട്രീറ്റ് ആണോ, ഓക്കെ ഞാൻ എന്നാ വരാം കേട്ടാ, എന്നാൽ നമുക്ക് കാണാം, നമുക്കിന്ന് പൊളിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് നാറി അങ്ങനെ പറഞ്ഞെടുക്കുക. അതായത് നമ്മൾ അടിച്ചു പൊളിക്കണം. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ വരുന്ന അവനൊരു കൂസലും ഇല്ല, ഇത്രയും എന്നെ കഷ്ടപ്പെടുത്തിയതിനും അവനൊരു പ്രശ്നവുമില്ല. എന്നിട്ട് അവനെന്താക്കി, നേരെ അവിടത്തേക്ക് വന്നു. ഇതാണ് നമ്മുടെ സ്റ്റോറി. അപ്പോൾ ഇനി അടുത്തത് ഞാൻ അടുത്ത സെക്കൻഡ് പാർട്ടിലായിട്ട് പറയുന്നതായിരിക്കും. ഇനി എന്താണ് മുംബൈയിൽ സംഭവിച്ചത്, ആരൊക്കെ കണ്ടു, എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഞാൻ പാർട്ട് 2 പറയുന്നതായിരിക്കും. സോ വെയിറ്റ് ആൻഡ് വാച്ച്. താങ്ക് യു.